സ്വന്തം കണ്ണു പിഴുതെടുത്ത് ഒരു ദൈവത്തിന് സമർപ്പിക്കുക കേൾക്കുമ്പോൾ തന്നെ നടുക്കം തോന്നുന്നില്ലേ? അതും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാരവും തോളിലേറ്റുന്ന സാക്ഷാൽ മഹാവിഷ്ണു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ കമലനയനൻ എന്തിനാണ് ഇത്രയും ഭീകരമായ ഒരു തീരുമാനമെടുത്തത്? അതെ, സുദർശന ചക്രത്തിന്റെ രക്തരൂക്ഷിതമായ ചരിത്രം. കാലം കൃതയുഗം. അസുരന്മാർ പ്രപഞ്ചത്തെ വിഴുങ്ങുകയാണ്. ദേവേന്ദ്രൻ പോലും അശക്തനായ സമയം. ഈ ഇരുട്ടിനെ തോൽപ്പിക്കാൻ സാധാരണ ആയുധങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. ലോകത്തെ രക്ഷിക്കാൻ മഹാദേവന്റെ സഹായമല്ലാതെ മറ്റൊരു വഴിയില്ല. കൈലാസത്തിന്റെ മഞ്ഞുമലകളിൽ പ്രപഞ്ചനാഥനായ ശിവനെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു കഠിന തപസ് ആരംഭിച്ചു. 1000 താമരപ്പൂക്കൾ, ശിവന്റെ 1000 നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ താമരയും പാദങ്ങളിൽ അർപ്പിക്കണം. അതായിരുന്നു വിഷ്ണുവിന്റെ വ്രതം. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന. വിഷ്ണു ഭഗവാന്റെ ഭക്തി പ്രപഞ്ചത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. എന്നാൽ അവിടെയാണ് ഒരു വിധി കാത്തിരുന്നത്. വിഷ്ണുവിന്റെ ഭക്തി പരീക്ഷിക്കാൻ മഹാദേവൻ ഒരു ലീലയാടി. 1000 പൂക്കളിൽ നിന്ന് ഒരൊറ്റ പൂവ് ശിവൻ മറച്ചുവെച്ചു. 999 പൂക്കളും അർപ്പിച്ചു കഴിഞ്ഞ് അവസാനത്തെ നാമത്തിനായി വിഷ്ണു കൈനീട്ടി. പൂക്കൂട ശൂന്യം. പ്രാർത്ഥന മുടങ്ങിയാൽ ലോകം നശിക്കും. പൂജ പാതി വഴിയിൽ നിർത്താൻ കമലനയനനായ വിഷ്ണുവിന് കഴിയില്ല. അവിടെയാണ് ചരിത്രം മാറുന്നത്. മറ്റൊരു പൂവിനായി അദ്ദേഹം കാത്തുനിന്നില്ല. ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് കമലനയനൻ എന്നാണ്. എങ്കിൽ ആ കണ്ണു തന്നെ പൂവായി മാറട്ടെ. വിഷ്ണു തന്റെ കൈകൾ സ്വന്തം കണ്ണിനു നേരെ നീക്കി. രക്തം ചിന്തിയേക്കാവുന്ന വേദനിപ്പിക്കുന്ന ആ നിമിഷം പ്രപഞ്ചം ശ്വാസമടക്കി നിന്നു. കണ്ണു പിഴുതെടുക്കാൻ തുനിഞ്ഞ നിമിഷം കൈലാസം പ്രകമ്പനം കൊണ്ടു. സാക്ഷാൽ പാർവതീപതി വിഷ്ണുവിന്റെ കൈ തടഞ്ഞു. വിഷ്ണുവിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് കണ്ണുനീരല്ല, ലോകത്തോടുള്ള സ്നേഹമായിരുന്നു. പ്രസന്നനായ മഹാദേവൻ തന്റെ സ്വന്തം തേജസ്സിൽ നിന്ന് ഒരു ആയുധം സൃഷ്ടിച്ചു. 1000 സൂര്യന്മാരുടെ പ്രഭ, തിന്മയെ വെണ്ണീറാക്കുന്ന ശക്തി. അതാണ് സുദർശന ചക്രം. തന്റെ കണ്ണ് നൽകാൻ തയ്യാറായ വിഷ്ണുവിനോടുള്ള ആദരസൂചകമായി ശിവൻ ആ ചക്രം വിഷ്ണുവിന് നൽകി. ഭക്തി എന്നാൽ കേവലം പ്രാർത്ഥനയല്ല, അത് സർവസ്വം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു.